നീറ്റ് ഹർജികളിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് കേസ് മാറ്റണമെന്നാവശ്യപ്പെട്ട ഹർജികളിലാണ് നടപടി. ജിൽബി ചേരുന്നു ദില്ലിയിൽ നിന്ന്. ജിൽബി, എന്തൊക്കെയാണ് സുപ്രീം കോടതിയിലെ നടപടികൾ? ഷമി, ഇപ്പോൾ നിലവിൽ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവിധ ഹൈക്കോടതികളിലുള്ള ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന NDAയുടെ ആവശ്യത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഹൈക്കോടതികളിൽ നടക്കുന്ന ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് പരിഗണനയിലുള്ള എല്ലാ നടപടികളും സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. സമയം കൗൺസിലിംഗ് നടപടികൾ നിർത്തിവെക്കില്ലെന്ന് സുപ്രീം കോടതി ഇന്ന് വീണ്ടും ആവർത്തിക്കുകയുണ്ടായി. കാരണം ജൂലൈ 6-നാണ് ഈ കൗൺസിലിംഗ് നടപടികൾ ആരംഭിക്കുക. അതിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഹൈക്കോടതി നടപടികളൊക്കെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അതുപോലെ തന്നെ ജൂലൈ 8-ന് എല്ലാ ഹർജികളും, ഈ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും ജൂലൈ 8-ന് പരിഗണിക്കുമെന്നും സുപ്രീം കോടതി ഇന്നിപ്പോൾ വ്യക്തമാക്കുകയുണ്ടായി. നമുക്കറിയാം, നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ വ്യാപക പ്രതിഷേധം തുടരുകയാണ്. ബീഹാറിൽ ഈ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം 9 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു, അവരെ ചോദ്യം ചെയ്തു. അവര് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നു തലേ ദിവസം തന്നെ കിട്ടിയെന്ന് കുറ്റം സമ്മതിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ 4 വിദ്യാർത്ഥികളെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ബീഹാറിൽ നിന്ന് 13 പേരെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും ചോദ്യപേപ്പർ ചോർന്നു ക്രമക്കേട് കണ്ടെത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു ില്ല. എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷം ശക്തമായ രീതിയിൽ ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സുപ്രീം കോടതിയും ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുമായിട്ട് തന്നെ ഇപ്പോൾ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ജൂലൈ 8-ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഹർജികളും പരിഗണിക്കുമെന്നും ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിട്ടുമുണ്ട്. ഷമി.